നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. അമേരിക്കയെ പോലും വെല്ലുവിളിക്കാൻ തക്ക കരുത്തുറ്റ ഒരു യുദ്ധക്കപ്പൽ അത് നീറ്റിലിറക്കി ചൈന ഇന്ന് വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നു. ഒരു കടുത്ത താക്കീത് നൽകിയിരിക്കുന്നു. ചരക്ക് കപ്പലിൻ്റെ രൂപസാദൃശ്യം, പക്ഷേ ശരിക്കും അത് ഒരു ചരക്ക് കപ്പലല്ല, മറിച്ച് അതൊരു യുദ്ധക്കപ്പലാണ്. സാധാരണഗതിയിലുള്ള യുദ്ധക്കപ്പലാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. കാരണം മിസൈലും ഡ്രോണുകളും ഒക്കെ തന്നെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു കൂറ്റൻ പടക്കപ്പൽ. അങ്ങനെ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ചൈന. ഷാങ്ഹായിലെ ഹുഡോങ് സോങ്ഹുവ കപ്പൽശാലയിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഷോങ്ട 79 എന്ന ചരക്ക് കപ്പലാണ് ലോകത്തെ ഏറെ ഭയപ്പെടുത്തുന്നത്, കൂടുതൽ ജാഗ്രതയുടെ മുൾമുനയിലേക്ക് നയിക്കുന്നത്. കപ്പലിൻ്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള വിമർശനങ്ങൾ ഇതിന് പിന്നാലെ ഉയർന്നു കേൾക്കുന്നു. ചൈനയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന സംശയങ്ങൾ പലരും പങ്കുവയ്ക്കുന്നു. കാരണം സാധാരണഗതിയിൽ ഒരു ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന 97 മീറ്റർ നീളമുള്ള കണ്ടെയ്നർ കപ്പലിനേക്കാൾ മികച്ചതായി ഇത് മാറുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ കപ്പലിനെ ചൈന നേരെ യുദ്ധക്കപ്പലായി രൂപാന്തരപ്പെടുത്തി. അതിൽ അത്യാധുനിക ഡ്രോണുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് കാറ്റാപ്പൾട്ട് ഘടിപ്പിച്ചിരിക്കുന്ന ചില ചിത്രങ്ങൾ ഇതിനോടകം പുറത്തു വന്നു. ഇത് മാത്രമല്ല, കണ്ടെയ്നറുകൾക്കുള്ളിൽ ഒളിപ്പിക്കാൻ കഴിയുന്ന മിസൈൽ ലോഞ്ചറുകൾ വരെ സജ്ജീകരിച്ചിരിക്കുന്നു. ഈ ചരക്ക് കപ്പലിൽ യുദ്ധക്കപ്പലുകൾക്ക് സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ ഒരുക്കി. പുറമേ നോക്കുമ്പോൾ ഒരു ചരക്ക് കപ്പൽ, അകമേ ഒരു പടുകൂറ്റൻ യുദ്ധ കപ്പലായി ഇത് മാറുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരു സവിശേഷത ഡ്രോണുകളെ പറ്റിയാണ്. അതുകൂടാതെ യുദ്ധവിമാനങ്ങളെയും വിക്ഷേപിക്കാൻ കഴിയുന്ന മോഡുലാർ കാറ്റാപ്പൾട്ട് സംവിധാനം, മിസൈലുകൾക്ക് വിക്ഷേപിക്കാൻ കഴിയുന്ന വെർട്ടിക്കൽ ലോഞ്ച് മിസൈൽ സെല്ലുകൾ, ഇതൊക്കെ ഇതിനുള്ളിൽ സജ്ജീകരിച്ചിരിക്കുന്നത് എന്തിൻ്റെ പടപ്പുറപ്പാടാണ് എന്ന ചോദ്യമാണ് നിലവിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉയർത്തുന്നത്. കപ്പലിൽ വിക്ഷേപണത്തിന് തയ്യാറായി നിൽക്കുന്ന തരത്തിലുള്ള സ്റ്റെൽത്ത് ഡ്രോണുകളുടെ ചിത്രങ്ങൾ പുറത്തു വന്നു. സാധാരണഗതിയിൽ ഒരു യുദ്ധക്കപ്പൽ, അതും കണ്ടെയ്നർ കപ്പലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ ഒരു കണ്ടെയ്നർ കപ്പലിനെ എങ്ങനെ യുദ്ധക്കപ്പലാക്കി മാറ്റി ശത്രുവിന് കനത്ത പ്രഹരം നൽകാൻ കഴിയും എന്നുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. അങ്ങനെ യുദ്ധകളത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആഴ്സണൽ ഷിപ്പാക്കി ഇതിനെ ചൈന മാറ്റിയിരിക്കുന്നു. നിലവിൽ 370-ലധികം യുദ്ധക്കപ്പലാണ് ചൈനീസ് നാവികസേനയ്ക്കുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാവികസേനയായി ഇത് മാറുന്നു. അമേരിക്കയുടെ പക്കൽ 290 സൈനിക കപ്പലുകൾ മാത്രമാണുള്ളതെങ്കിലും സാങ്കേതികമായി അവർക്ക് മേൽക്കൈയുണ്ടായിരുന്നു. പക്ഷേ ചൈനയുടെ ഈ പുതിയ നീക്കങ്ങൾ അതിനെയൊക്കെ തച്ചു തകർക്കുന്ന രീതിയിലാണ്. അമേരിക്കയുമായി നേരിട്ട് ഏറ്റുമുട്ടേണ്ട സാഹചര്യം ഉണ്ടായാൽ ഏത് ചരക്ക് കപ്പലിനെയും വളരെ പെട്ടെന്ന് യുദ്ധകളത്തിലേക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് നിലവിൽ കരുതുന്നത്. ചൈനയുടെ കൈവശം 4000-ലധികം ചരക്ക് കപ്പലുകളുണ്ട്. ഈ കപ്പലുകളിൽ പകുതിയെങ്കിലും യുദ്ധക്കപ്പലായി മാറ്റിക്കഴിഞ്ഞാൽ ലോകത്തൊരു നാവിക ശക്തിക്കും ചൈനയോട് ഏറ്റുമുട്ടി വിജയിക്കാൻ കഴിയില്ല. ചൈനയ്ക്ക് വളരെ എളുപ്പത്തിൽ ഈ ചരക്ക് കപ്പലുകളെ യുദ്ധക്കപ്പലാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു ഭീഷണി കൂടിയാണ് ഉയർത്തുന്നത്. ഇത് ലോകത്തിന് തന്നെ ഒരു സുരക്ഷാ ഭീഷണിയാണ്, പ്രത്യേകിച്ച് ഇന്ത്യക്ക്. വാണിജ്യ കപ്പലുകളെ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കും. യുദ്ധക്കപ്പൽ ഏതാണ്, ചരക്ക് കപ്പൽ ഏതാണ് എന്നുള്ള കാര്യത്തിൽ അവർക്ക് പോലും ആശയക്കുഴപ്പമുണ്ടാകും. ഇത്തരം കപ്പലുകളിൽ നിന്നും വിക്ഷേപിക്കുന്ന ഡ്രോണുകൾക്ക് ഒരേ സമയം കൂട്ടമായി ആക്രമണം നടത്തി ഏതു തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളെയും തകർക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു വിഷയം. ഇതിനെ പ്രതിരോധിക്കുന്നതിനിടയിൽ ചൈനീസ് യുദ്ധക്കപ്പലുകൾക്ക് വളരെ എളുപ്പത്തിൽ എതിരാളികളെ ആക്രമിക്കാനും സാധിക്കും. സമുദ്രാതിർത്തി മറികടന്ന് കനത്ത പ്രഹരമേൽപ്പിക്കാൻ കഴിയും. ഇത് വെറുമൊരു കൺസെപ്റ്റ് മാതൃകയാകാമെന്ന രീതിയിലും പലരും പറയുന്നു. ഇങ്ങനെ വികസിപ്പിച്ചെടുക്കാൻ ചൈന ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനോടകം വികസനത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ്. അങ്ങനെ പല രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഒരു പ്രോട്ടോടൈപ്പ് എന്ന രീതിയിലും ഇത് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇങ്ങനെ ഒരു തന്ത്രം അത് ചൈനയുടെ മനസ്സിലുണ്ടാക്കിയത് മറ്റു രാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുന്നു. സൗത്ത് ചൈന കടൽ മുതൽ ലാറ്റിൻ അമേരിക്കയിൽ വരെ ചൈനീസ് കമ്പനികൾക്ക് നിയന്ത്രണമുള്ള തുറമുഖങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലെത്തുന്ന ചരക്ക് കപ്പലുകൾ യഥാർത്ഥത്തിൽ ചരക്ക് കപ്പലാണോ എന്ന കാര്യത്തിൽ പോലും ആശങ്ക ഉളവാക്കുന്നതാണ്. അമേരിക്കയെ സംബന്ധിച്ച് വലിയ സുരക്ഷാ പ്രശ്നമായി, വെല്ലുവിളിയായി ഇതിനെ നിലവിൽ നോക്കിക്കാണുന്നു. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.